മോനെ 10 വർഷം ഒരു ജോലിക്കും പോവാതെ എന്റെ മോന്റെ കാര്യങ്ങൾ മാത്രം നോക്കി വീട്ടിലിരുന്നതാണ്. കാരണം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ആ സമയമാണ്. നമ്മുടെ മക്കളെ നോക്കാൻ കഴിയുന്ന സമയത്ത് നമ്മൾ നോക്കുക. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അവര് തന്നെ ഡ്രസ്സിട്ടോളും, അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും, ഇതെല്ലാം പോകപ്പാടെ വരും. പക്ഷെ ആ 10 വയസ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സ്നേഹം അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. ആ സ്നേഹം കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കാൻ ഏറ്റവും വലിയ കുറേ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുക. കഴിഞ്ഞാൽ നമ്മൾ നിന്ന് കൊടുക്കുന്ന എന്താ പറയുക, ഒരു സമ്മാനമാണ്, ഗിഫ്റ്റാണ്. അത് മാത്രമല്ല, ഇതിനും മേലെയാണ് നിങ്ങൾക്ക് കിട്ടാൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ടീച്ചേഴ്സിനോടാണെങ്കിലും അച്ഛനോട് നമ്മളൊന്നും ദേഷ്യത്തോന്നുണ്ടോ. ഞാനൊക്കെ ഒരുപാട് തല്ലുകൊണ്ടതാണ് പഠിക്കാൻ വളരെ കട്ടളകിലായിരുന്നു. ഉള്ളത് പറയാലോ, ഇപ്പൊ ഞാൻ ആലോചിക്കും, അന്ന് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ കലാപരമായ കഴിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോകുന്നു. ഞാൻ ജീവിച്ചു പോകുന്നു. ഇതിനകത്ത് ഒരുപാട് കലാപരമായിട്ട് കഴിവുണ്ടാവും, അതും വളർത്തിയെടുക്കണം. അപ്പോ എന്തായാലും നല്ല അച്ഛനമ്മമാരെ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ടിവിയിലൊക്കെ നിങ്ങളൊക്കെ കാണുന്നത് ഷാനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഒരുപാട് വിജയമുണ്ടാവട്ടെ. പഠിപ്പിന് കുറച്ച് കുറഞ്ഞു പോയാലും വീണ്ടും പഠിച്ചത് എന്റെ ഒരു മോന്റെ കാര്യങ്ങൾ പക്ഷേ അവസാനിപ്പിക്കാം. SLC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മാർക്കുള്ളൂ. ഓരോ തവണ ഞാൻ അച്ഛൻ കുട്ടി പോകത്തേ ഇല്ല. ടീച്ചേഴ്സിലൊക്കെ അമ്മ പോകണം. ഞാൻ പോയിട്ടുള്ളപ്പോൾ മാർക്ക് കുറവാണ്, സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല.